കാലിന് പരിക്കൊണ്ടെന്ന് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. കൂടെ ആരെങ്കിലും ഉണ്ടോ അതും അറിയില്ല. മാം, ചങ്ങാതിക്കടവിലേക്ക് ഗാഥ മാഡം തിരിച്ചു പോയെന്ന് പറയുന്നത് ഫ്രണ്ടിന്റെ കൂടെയാണെന്നൊന്നും എനിക്ക് വിശ്വാസം തോന്നുന്നില്ല. അതല്ലാതെ വേറെന്തെങ്കിലും നടന്നെങ്കിലോ? എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് അവളുടെ അടുത്തെത്തണം സിനി. ഇനി എത്ര ദൂരം യാത്ര ചെയ്യണം അങ്ങോട്ട്? ആ നേരം വരെ എന്റെ മോളോടെ തനിച്ച്. മാം, ആ ഹോസ്പിറ്റല് കൃഷ്ണയുടെ വീടിന്റെ അടുത്താ. മാം ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് ഗാഥയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് കൃഷ്ണ ചെയ്യും. മാം പറഞ്ഞ കൃഷ്ണ അനുസരിക്കും, അത് ഉറപ്പാ. ശരി, ഞാൻ അവളെ ഒന്ന് വിളിക്കാം. ഹലോ മാഡം. കൃഷ്ണ, നീ ചങ്ങാതിക്കടവ് ഗ്രാമത്തിൽ തന്നെയുണ്ടോ? ആ ഉണ്ട് മാഡം. കൃഷ്ണ, നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ഗാഥമോൾക്ക് അവിടെ എവിടെയോ വെച്ചൊരു ആക്സിഡന്റ് പറ്റി. അവക്ക് കാലിന് പരിക്കൊണ്ടെന്നാ പറയുന്നേ. ചങ്ങാതിക്കടവില് ഒരു ഹോസ്പിറ്റലല്ലേ, അവിടെയാ അവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ ഇവിടുന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും മോളെ. കൃഷ്ണയ്ക്ക് അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമോ? അയ്യോ മാഡം, അത് വേറൊരു നിവൃത്തിയില്ലാത്തോണ്ടാ കുട്ടി. നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. അതിപ്പോ മാഡം ഞാൻ സഹായിക്കാന്ന് വെച്ചാല് അതെന്തിനാ നിങ്ങളുടെ മോളെ സഹായിക്കാൻ കൃഷ്ണനെ വിളിക്കുന്നേ? നിങ്ങള്? ഞാൻ ഗോപാലനാ, ദുബായ് ഗോപാലൻ. നിങ്ങളുടെ മോക്ക് പരിക്ക് പറ്റിയത് എങ്ങനെയാണെന്ന് അറിയണോ? ഇവിടെ കുറെ ഗുണ്ടകളെയും കൂട്ടി കൃഷ്ണയെ കൊല്ലാൻ വന്നതാ. കൃഷ്ണയെ കൊല്ലാൻ അവര് ശ്രമിക്കുകയും ചെയ്തു. ആ സംഘർഷത്തിലാ അവളുടെ കാലിന് പരിക്ക് പറ്റിയത്. ഗാഥമോൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അമ്മയ്ക്ക് ചിലപ്പോ മോളെ നല്ല വിശ്വാസമായിരിക്കും, പക്ഷേ ഞങ്ങൾക്കതില്ല. മോളെ നേരിട്ട് കാണുമ്പോഴേ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാകും നിങ്ങൾക്ക്. കൃഷ്ണയെ കൊല്ലാൻ വന്നവളെ കൃഷ്ണ തന്നെ പോയി രക്ഷിക്കണം. അത് എവിടുത്തനായ